5 വർഷത്തെ നിയമ പോരാട്ടങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ആശ്വാസകരമായ നേട്ടം നിമിഷപ്രിയ കേസിൽ ഉണ്ടാക്കിയത് ആദരണീയനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശ്രീ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെ തള്ളിപ്പറഞ്ഞ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഒന്നാകെ രംഗത്ത്. താൽക്കാലികമായി വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കുവാനും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെയാണ് സാധിച്ചത്. ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്ന ഈ വേളയിൽ ഉസ്താദിന്റെ ശ്രമങ്ങൾക്ക് നാം ഒരുമിച്ച് പിന്തുണ നൽകണമെന്നും മറ്റെല്ലാ അപസ്വരങ്ങളെയും ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്കായി 5 വർഷമായി ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ നിയമ പോരാട്ടങ്ങളും നയതന്ത്ര ഇടപെടലുകളും ഉൾപ്പെടെ തന്നെ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കേസിന്റെ കാര്യത്തിൽ ഇന്നുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ആദരണീയനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശ്രീ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെയാണ് 5 വർഷത്തെ നിയമ പോരാട്ടങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ആശ്വാസകരമായ നേട്ടമുണ്ടാകുന്നത്. ഇരയുടെ കുടുംബവുമായി ആശയവിനിമയം നടത്താനും മധ്യസ്ഥ നീക്കങ്ങൾ ഉണ്ടാക്കുവാനും താൽക്കാലികമായി വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കുവാനും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ സാധിച്ചത് നിമിഷയുടെ കേസിന്റെ കാര്യത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. പക്ഷേ നിമിഷയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു സമയമായിട്ടും അങ്ങേയറ്റം വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വധശിക്ഷ നീട്ടിവെച്ച ശേഷവും ദയാമണിയുടെ കാര്യത്തിലും മറ്റും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി സംഘം ഇരയുടെ കുടുംബവുമായി ധമാറയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ചർച്ച സങ്കീർണമാകുന്ന രൂപത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ഇവരുടെ കുടുംബം ഏറ്റവും ആദരിക്കുന്ന സൂഫി ഗുരുവായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിൻ്റെ ഇടപെടലുകളെ തന്നെ നിഷേധിച്ചുകൊണ്ടും അവരെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടും ചില മീഡിയകളിൽ വന്ന ചില റിപ്പോർട്ടുകൾ യമനിൽ പ്രചരിച്ചത് കാരണം മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായ കുടുംബത്തിലെ കാരണവർമാർക്കെതിരെ യുവാക്കൾ പ്രതിഷേധം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യമാണത്. ചിലരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നിമിഷയുടെ മോചന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് മലയാളികൾക്ക് തന്നെ അപമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സുഖമായി നടന്നിരുന്ന മധ്യസ്ഥ ചർച്ചയ്ക്കാണ് ഇപ്പോൾ പ്രയാസം നേരിടുന്നത്. ദയവ് ചെയ്ത് നിമിഷയുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ക്രെഡിറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങളും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള വാർത്തകളും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അത്തരം താല്പര്യമുള്ള ആളുകൾക്ക് ദൃശ്യത നൽകാതെ മാറ്റി നിർത്താൻ മാധ്യമ സ്ഥാപനങ്ങൾ തയ്യാറാകണം. സോഷ്യൽ മീഡിയയിലും മറ്റും നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകളും സംവാദങ്ങളും ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്നും മലയാളി സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിമിഷയുടെ കേസിൽ ഇനിയും ഒരുപാട് പുരോഗതികൾ ഉണ്ടാകേണ്ടതുണ്ട്. താൽക്കാലികമായ ശിക്ഷ മാറ്റിവെക്കുന്ന ഉത്തരവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സൂഫി പണ്ഡിതിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയാമണിയുടെ കാര്യത്തിലും മാപ്പ് നൽകുന്ന കാര്യത്തിലും കുടുംബം ഉറപ്പ് നൽകുന്നതുവരെ നമ്മുടെ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിക്കുന്നില്ല. നമ്മൾ നടത്തുന്ന അനാവശ്യമായ തർക്കങ്ങളുടെ നഷ്ടഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക നിമിഷയാണ്. ദയവ് ചെയ്ത് നിമിഷയുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള തർക്ക വിഷയങ്ങൾ എല്ലാവരും ഒഴിവാക്കുക. നിമിഷ മോചിതയായി നാട്ടിലെത്തുന്നതുവരെയെങ്കിലും സംയമനം പാലിക്കണം. 5 വർഷത്തെ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തന്നെ നമ്മുടെ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്ന ഈ വേളയിൽ ഉസ്താദിൻ്റെ ശ്രമങ്ങൾക്ക് നാം ഒരുമിച്ച് പിന്തുണ നൽകണമെന്നും മറ്റെല്ലാ അപസ്വരങ്ങളെയും ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു ആ പ്രസ്താവനയുടെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.